ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഉള്ളത് സെന്റ് ആൽബൻസ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞ് നേരെ താമസ സ്ഥലമായിട്ടുള്ള ലൂട്ടനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ നാട്ടിൽ ട്രാവൽ ചെയ്യുന്നത് തൊട്ട് ഹറിബറിയിൽ ഓടിച്ചാടി കിട്ടുന്ന ട്രെയിനിൽ കയറി പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വന്നപ്പോഴത്തേക്ക് ഒരു ട്രെയിൻ കിടക്കുന്നുണ്ടായിരുന്നു. നേരെ ചാടി അതിനകത്തേക്ക് കയറി. പക്ഷെ ആ ട്രെയിൻ അവിടെ ട്രിപ്പ് അവസാനിപ്പിച്ച് നിർത്തിയിട്ടൊക്കെയായിരുന്നു. അപ്പൊ ഞാൻ കയറിയപ്പോഴത്തേക്കും ഡോർസ് എല്ലാം ലോക്കായി. പിന്നെ അവർ വന്ന് പ്രത്യേകം എനിക്ക് വേണ്ടിയിട്ട് അത് തുറന്നു തരികയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലണ്ടൻ ഡയറക്ഷനിലേക്ക് പോകുന്ന മറ്റൊരു ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ട്രെയിനാണെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് കയറാനുണ്ട്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും വണ്ടി വന്ന് നിന്ന് ഓട്ടോമാറ്റിക് ഡോർസൊക്കെയാണ്. അതിനകത്തൊക്കെ ഓരോരുത്തർ കയറി തുടങ്ങി. ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഡോർസൊക്കെ അടഞ്ഞതിന് ശേഷം വണ്ടി പതുക്കെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീങ്ങി തുടങ്ങിയാണ്. വളരെ നല്ല നീറ്റായിട്ടുള്ള വണ്ടിയൊക്കെയാണ്. തെംസ് ലിങ്കാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഏതാണ്ട് 8 കോച്ച്, കൃത്യം 8 കോച്ചുകളാണ് ഒരു തെംസ് ലിങ്കിൽ ഉണ്ടാവുക. നല്ല സ്പീഡെടുത്ത് വണ്ടി അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോകേണ്ടത് 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾക്ക് പോലുള്ള വണ്ടി വരുന്നത്. ഇപ്പോൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എനിക്ക് പോകാനുള്ള ലൂട്ടനിലേക്ക് പോകുന്ന ട്രെയിൻ എത്തിയിട്ടുണ്ട്. അതും തെംസ് ലിങ്ക് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിനകത്തും പൊതുവേ 8 കോച്ചസാണ് ഉള്ളത്. ഇവിടെ കുറച്ച് പേരൊക്കെ ഇറങ്ങാനുണ്ടാവും. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ്. പടിയകത്തേക്ക് കയറണം. ഏകദേശം ഒരു 15 മിനിറ്റ് ട്രാവൽ ചെയ്യാനുണ്ട്. വളരെ വൃത്തിയായിട്ടാണത് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ഞാനെന്തായാലും പതിയെ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 15 മിനിറ്റ് യാത്ര ചെയ്താലാണ് ഞാൻ താമസിക്കുന്ന സ്ഥലമായിട്ടുള്ള ലൂട്ടനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ട്രെയിനിൽ അത് 15 മിനിറ്റ് മതി സ്വാഭാവികമായിട്ടും. പക്ഷേ ബസ്സിൽ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറടുത്ത് വേണ്ടി വരും. അപ്പോൾ ഓഫ് പീക്ക് അവേഴ്സിലൊക്കെ ഇവിടെ സാധാരണയായിട്ട് റേറ്റിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. സാധാരണ ശനിയും ഞായറും ദിവസങ്ങൾ ഓഫ് പീക്ക് അവേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രാ നിരക്കിലൊക്കെ വളരെ കുറവാണ് ഉണ്ടാവുക. നമ്മുടെ നാട്ടിലെ പോലെ ട്രെയിൻ യാത്ര അത്ര ചീപ്പൊന്നുമല്ല. ഇവിടെ കുറച്ചും കൂടെ എക്സ്പെൻസീവാണ് ട്രെയിൻ യാത്ര. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ സെൻറ്റ് ആൽബൻസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതുക്കെ നീങ്ങി തുടങ്ങി. തൊട്ടടുത്ത സ്റ്റേഷൻ വരുന്നത് ഹാർപ്പൻ്റെനാണ്. അപ്പോൾ ഈ വണ്ടിയിൽ തന്നെ നിരവധി ഡിസ്പ്ലേ ബോർഡ്സൊക്കെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഏത് കോച്ചിലാണ് നിലവിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, തൊട്ടടുത്ത സ്റ്റേഷൻ ഏതാണ്, അതിനടുത്ത സ്റ്റേഷൻ ഏതാണ്, ട്രെയിൻ എത്ര നേരം വൈകിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം ആ ഡിസ്പ്ലേ ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന് ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഏത് പൊസിഷനിലാണ് എന്നിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ എല്ലാം ആ ഡിസ്പ്ലേ ബോർഡിൽ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇവിടെയുള്ള ട്രെയിനുകളെല്ലാം പ്രവർത്തിക്കുന്നത്. ഇത് നമുക്ക് നാട്ടിലെ നമ്മുടെ ട്രെയിനുകളായിട്ടൊന്നും കമ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ പറ്റുകയാണെങ്കിൽ തന്നെ നമുക്ക് വന്ദേ ഭാരതൊക്കെ ആയിട്ടൊക്കെ മാത്രമേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ട്രെയിനുകളൊക്കെ ഏതാണ്ട് 20-25 കോച്ചുകളൊക്കെ ഉള്ള സമയത്ത് ഇവിടെ അത് 8 കോച്ചസൊക്കെ ഉള്ളൂ. ട്രെയിൻസ് ലൂട്ടൺ സ്റ്റേഷൻ ഇൻ്റർചേഞ്ചിലേക്ക് എത്തി. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇറങ്ങുന്നത്. ഇവിടെ ഇറങ്ങിയിട്ടൊരു 10 മിനിറ്റ് എനിക്ക് നടക്കാനുണ്ട് ഞാൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക്. പിന്നെ പൊതുവെ നമ്മുടെ ട്രെയിൻ ഗതാഗതം ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ റേറ്റ് അല്പം കൂടുതൽ തന്നെയാണ്. അത് കൺവേർഷൻ റേറ്റിൻ്റെ കാര്യത്തിലല്ല, ഇവിടുത്തെ ചിലവ് നമ്മുടെ അപേക്ഷിച്ച് കൂടുതൽ തന്നെയാണ്. ഈ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നിട്ട് ആ ഓവർ ബ്രിഡ്ജ് കയറി അപ്പുറത്തെ സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട പോയിന്റിലേക്ക് എത്താം. പൊതുവെ നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ കിട്ടുന്ന ഈ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പോൾ ഓൾറെഡി ഞാനത് അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ പുറത്തേക്ക് ഇറങ്ങി വരണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ലൂട്ടൺ സ്റ്റേഷൻ ഇൻ്റർചേഞ്ചിൻ്റെ ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ എത്തുന്നത്. പൊതുവെ ഞായറാഴ്ച ആയതുകൊണ്ടൊക്കെ തന്നെ തിരക്കൊക്കെ വളരെ കുറവാണ്.
ഈ കാണുന്നതാണ് വിശാലമായിട്ടുള്ള നമ്മുടെ ലൂട്ടൺ സ്റ്റേഷൻ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡ്. അപ്പോൾ തന്നെ ഇവിടെ തന്നെയാണ് നമുക്ക് സ്റ്റാർബക്സിൻ്റെയൊക്കെ ഒരു റെസ്റ്റോറൻ്റൊക്കെ നമുക്ക് അവിടെ കാണാം. എനിക്ക് പോകേണ്ടത് ആ കാണുന്ന നേരെയുള്ള വഴികളിലൂടെയാണ്. ആ വഴിയുടെ ഇടതുവശത്തായിട്ട് നിരവധി പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും വന്നിട്ട് അവരുടേതായിട്ടുള്ള കലാസൃഷ്ടികളൊക്കെ അവിടെ അടിച്ചു വെച്ചേക്കുന്നത് കാണാം. പൗരാണികമായിട്ടുള്ള പല ബിൽഡിങ്ങുകളും നമുക്കവിടെ കാണാം. പിന്നെ യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ള റോഡുകളൊക്കെ വളരെ നല്ല രീതിയിൽ പരിപാലിച്ച് പോരുന്ന, വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇതൊക്കെ തന്നെയാണ് ഒരു മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ. പിന്നെ ലൂട്ടൺ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ വരുന്ന ആളുകൾക്ക് UK വരുമ്പോൾ ലണ്ടനേക്കാളും കുറച്ചുകൂടെ ചിലവൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് ലൂട്ടൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ ലൂട്ടൺ ബേസ് ചെയ്തിട്ട് തന്നെ അവരുടെ എഡ്യൂക്കേഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് വന്നു പോയി വരാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. ലൂട്ടന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറേ ദോഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് ലൂട്ടൺ പോയിൻ്റ് എന്ന് പറയുന്നിട്ടുള്ള വലിയൊരു മാളുണ്ട്. അപ്പോൾ ആ മാളിൻ്റെ അകത്തേക്കൂടെ ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമുണ്ട്. അപ്പോൾ ഈ ഡോറിൽ കൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കാണുന്ന ഒരു എലിവേറ്റർ ഉണ്ട്. ആ എലിവേറ്ററിൽ കൂടെ കയറി നമുക്ക് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ എസ്കലേറ്റർ വഴി മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൂട്ടൺ മാളിൻ്റെ മെയിനായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തും. ഏകദേശം സമയം ഇപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോർമലി ബിസിനസ് ടൈമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ അത് ക്ലോസ്ഡ് ആണ്. ഓൾറെഡി അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലോസ് ചെയ്തതിൻ്റെ അകത്താണ് വിശാലമായിട്ടുള്ള നിരവധി ഷോറൂമുകളൊക്കെ ഉണ്ട്. അതായത് ലിറ്റിൽ പോലുള്ള സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ പ്രൈം മാർക്ക്, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. എന്തായാലും നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെ പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ മറ്റൊരു വശത്തേക്ക് എത്താം. ഈ ലൂട്ടൺ മാള് ഈ ഒരു ലൂട്ടൺ ടൗണിൻ്റെ തന്നെ മധ്യത്തിലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പോകാനായിട്ടൊക്കെ ഇതിൻ്റെ അകത്തേക്കൂടെ കയറി പോയാലും പറ്റും. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ പറയില്ലേ, ബാങ്കുകൾ കൂടിയിരിക്കുന്ന സ്ഥലത്തിൽ ബാങ്ക് കാവല എന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ കുറേ ബാങ്കുകളൊക്കെ ഉണ്ട്. ഒരു 5-6 ബാങ്കുകൾ എന്തായാലും ഉണ്ട്. HSBC ബാങ്ക്, ആ കാണുന്നത് ലോയ്ഡ്സിൻ്റെ ബാങ്കാണ്. അതുപോലെ തന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് ബാർക്ലേസിൻ്റെ ബാങ്ക്, നാറ്റ്വെസ്റ്റിൻ്റെ ബാങ്ക്, പിന്നെ അങ്ങനെ നിരവധി എനിക്കറിയാത്തതും അറിയാവുന്നതുമായിട്ടുള്ള നിരവധി ബാങ്കുകളുണ്ട്. ഓരോ ഷോപ്പുകളിലേക്കും സാധനങ്ങൾ കൊണ്ടുവരുന്ന ട്രക്കാണ് അവിടെ കിടക്കുന്നത്. ഇത് കൂടാതെ എൻ്റെ വലതുവശത്തായിട്ട് ലൂട്ടൺ ബോറോ കൗൺസിലിൻ്റെയൊക്കെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ നിരവധി രക്തസാക്ഷികളുടെ ഓരോ യുദ്ധത്തിലേക്ക് മരിച്ചിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു വലിയ ശില ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടതാണ് ഈ ലോയ്ഡ്സ് ബാങ്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ കൂടാതെ ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഒരു ബാങ്ക് ഉണ്ട്. ഓൾറെഡി അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ HSBC ബാങ്ക് ഉണ്ട്. പിന്നെ കുറച്ചപ്പുറത്തായിട്ട് നമുക്ക് നാറ്റ്വെസ്റ്റ് ബാങ്ക് റൈറ്റ് സൈഡിൽ ആ കാണുന്ന ചുവന്ന ഇതൊക്കെയുള്ള അതാണ് നാറ്റ്വെസ്റ്റ് ബാങ്ക്. പിന്നെ ഇവിടെ മക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വാതകമായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ചുരുങ്ങിയ ചിലവിൽ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന സ്ഥലമാണ്. തൊട്ടപ്പുറത്ത് നമുക്ക് ബാർക്ലേസിൻ്റെ ബാങ്ക്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കുട്ടികളൊക്കെ പഠിക്കാനായിട്ട് വരുന്നവരോ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും ആദ്യമായിട്ടൊരു ബാങ്കൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നിങ്ങളാരും ബാങ്കിലേക്കൊന്നും നേരിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇവിടെ ബാങ്കൊക്കെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ബാങ്കിലേക്ക് നേരിട്ട് പോകണ്ട, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഓപ്പോസിറ്റായിട്ട് കുറേ മലയാളീസൊക്കെ ഒന്ന് കടന്നു പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ നിങ്ങൾക്ക് മലയാളി വിഭവങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള നിരവധി കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ആ കാണുന്ന ആ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് കേരള ഹട്ട് എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ലൂട്ടണിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് കേരള വിഭവങ്ങളൊക്കെ അവിടെ കിട്ടും. മാത്രമല്ല അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റുള്ള നിരവധി
റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, ഇറ്റാലിയൻ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഫാം ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ എക്കണോമിക്കലായിട്ട് നമുക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റാവുന്ന ഒരു കടയൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടുത്തെ സാധനങ്ങളൊക്കെ എൻ്റെ കൂടുതൽ വാങ്ങുന്നാറ്. ഇവിടെ തന്നെ അടുത്തൊരു പബ്ബൊക്കെ ഉണ്ട്. ഇനി ശനിയാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലൊക്കെ അടിച്ച് രണ്ടരൊക്കെ വിട്ട് സുഖമായിട്ട് ഡാൻസൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് കഴിക്കാം. ഈ ഫാം ഫുഡിലാണെങ്കിൽ കുറച്ചും കൂടെ സാധനങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ വിലക്കുറവുണ്ട്. ഇപ്പോൾ പാല്, മുട്ട അങ്ങനെയുള്ള ഇപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു 1.1 കിലോഗ്രാമിൻ്റെ ചിക്കനൊക്കെ ഏകദേശം 1.99 പൗണ്ട്സിന് ഒക്കെ കിട്ടും. ഇപ്പോൾ ഞാനീ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ സ്വാഭാവികമായിട്ട് ഇതൊക്കെ എവിടെ കിട്ടുന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ജസ്റ്റ് ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാനത് പറയുന്നത്. ഇതിലൂടെ കുറച്ചങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് താമസിക്കാനുള്ള സ്ഥലത്തേക്ക് എത്തും. ഞാൻ പോകുന്ന വഴിക്ക് തന്നെയാണ് ബെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റി വരുന്നത്. ലൂട്ടണിലുള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ് ബെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റി. മിക്ക സമയങ്ങളിലും ഞാൻ അതിൻ്റെ അകത്തൂടെ നടന്നിട്ടാണ് നമുക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പിലേക്കൊക്കെ എത്താറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ വഴിയിലാണ് നിരവധി മലയാളി സ്റ്റോറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും മലയാളികൾ എവിടെ ചെന്നാലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് മലയാളികളുടെ ചായക്കട ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഒരു ചായക്കട എന്നുള്ള പേരിൽ തന്നെ ഒരു ചായ ലിങ്കൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു പ്രൊവിഷൻ സ്റ്റോറ്, അതുകൊണ്ട് മലയാളി സാധനങ്ങളൊക്കെ കിട്ടുന്ന നമുക്ക് അരിയൊക്കെ വാങ്ങാനായിട്ട് പറ്റുകൊടുന്ന്. എന്തിന് കപ്പ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ, അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാം. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് പിസ്സ മറ്റുള്ള സാധനങ്ങളൊക്കെ പോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഇടതുവശത്ത്, ഇപ്പം ഞാനീ നടക്കുന്നതിൻ്റെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്കൊരു ഐസ്ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കേരള പൊറോട്ടയൊക്കെ അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾ, കൂണ്, പിന്നെ നമുക്ക് വരുന്ന പിസ്സ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ എക്കണോമിക്കലായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കുറച്ചും കൂടെ നടന്നിട്ട് വേണം എനിക്ക് എൻ്റെ റൂമിലേക്ക് എത്താൻ. അപ്പോൾ ഇവിടെ റോഡ് സൈഡിലേക്ക് തന്നെ പൾസിൻ്റെയൊക്കെ ഒരു കാറൊക്കെ ചാർജ് ചെയ്യാൻ പറ്റാവുന്ന പ്രൊവിഷൻസൊക്കെ ഉണ്ട്. ഏകദേശം ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇവിടുത്തെ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. റോഡൊക്കെ ക്രോസ് ചെയ്യാനായിട്ട് ഇവിടെ സിഗ്നൽസൊക്കെ ഉണ്ട്, പക്കയുണ്ട്. പിന്നെ കാൽനട യാത്രക്കാർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള കുറേ പരിഗണനകളൊക്കെ തരുന്നുണ്ട്. വണ്ടിയൊക്കെ നിർത്തിയൊക്കെ തരും. അപ്പോൾ ഇവിടെ കാണുന്ന ഓവർബ്രിഡ്ജിന് താഴെയാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം. ഞാനീ പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ താമസിക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസിൽ ഏതെങ്കിലും ഫോട്ടോസിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ ഒരു പബ്ബൊക്കെ ഉണ്ട്, മ്യൂസിക് പബ്ബ്. സാധാരണഗതിയിൽ അത് വെള്ളിയാഴ്ച രാത്രികളിൽ, വെള്ളി, ശനി, ഞായർ പോലുള്ള ദിവസങ്ങളിലൊക്കെ എന്തായാലും ഇവിടെ ഭയങ്കര ആട്ടും പാട്ടും ബഹളവും ഒക്കെ നമുക്ക് കേൾക്കാം. കുറേ ആൾക്കാരൊക്കെ വരും, ഇംഗ്ലീഷുകാർ അവരുടേതായിട്ടുള്ള ഈ പറയുന്ന വാഹനങ്ങളൊക്കെ എടുത്തുള്ള റേസിങ്ങും മറ്റുള്ള പരിപാടികളൊക്കെ നമുക്ക് കാണാം. ആദ്യമായി എത്തുമ്പോൾ എല്ലാവർക്കും ഒരു പകച്ചിലൊക്കെ ഉണ്ടാവും, എവിടേക്ക് പോകണം, എങ്ങനെ പോകണം, ആ സ്ഥലമായിട്ടൊരു പരിചയപ്പെടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ സ്വാഭാവികമായിട്ടൊക്കെ മാറിപ്പോകും. ഞാൻ വന്നപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ സകല ഊടുവഴികളും എല്ലാ എളുപ്പവഴികളും എല്ലാം ഇപ്പോൾ നമ്മളും പഠിച്ചു. ഏതൊരു മലയാളിയും പോലെ ആ നേരെ കാണുന്ന ഒരു ജനലൊക്കെ ഉണ്ടല്ലോ, ആ 2 ജനൽ. അപ്പോൾ അതാണ് ഞങ്ങൾ താമസിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിനകത്തേക്ക് കയറാനായിട്ട് കുറച്ച് സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കയ്യിലുള്ള ഈ ഒരു കാർഡ്, അത് നമ്മളിവിടെ ടാപ്പ് ചെയ്താൽ മാത്രമേ ആ ഡോർ ഓപ്പൺ ആവുള്ളൂ. അതിനുശേഷം അതിൻ്റെ അകത്ത് മറ്റൊരു ഡോറുണ്ട്. ആ ഡോറും ഇതുപോലെ തന്നെ കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്ക് കയറാം. അതിൻ്റെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഇതുപോലെ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ആക്സസ് ഓരോരുത്തർക്കും ഇതേ കാർഡ് തന്നെ വെച്ചിട്ടാണ് നമുക്ക് ആക്സസ് കിട്ടുന്നത്. രാത്രി ഏറെ വൈകി, ഏകദേശം ഒരു 10-20 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
അപ്പം നേരം ഒരുപാട് വൈകി. ഞാനിപ്പോൾ ദേ നമ്മുടെ റൂമിലേക്ക് എത്തി. അപ്പം ഇന്നത്തേക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ.